തന്നെ നമ്മുടെ തൻസീർ കൂത്തുപറമ്പിന്റെയും താൽ ബോയ്സിന്റെ ഒക്കെ വർക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള താങ്കളുടെ ഒരു അനുഭവം എന്താണ്? തീർച്ചയായിട്ടും അതെന്തായാലും പറയണം. കാരണം എന്താ വെച്ചാൽ ആ സമയത്ത് നമ്മുടെ താജുദ്ദീൻ വടകര, താജുക്ക, അതുപോലെ കൊല്ലം ഷാഫി അവരൊക്കെ ഈ ആൽബം മേഖലയിൽ ഇങ്ങനെ അഭിനയിച്ച് തകർത്താടുന്ന ഒരു സമയം. ആ സമയത്ത് ഞങ്ങളൊക്കെ ഇങ്ങനെ പാടുക, അത് മറ്റുള്ള ആരെങ്കിലും അഭിനയിക്കുക, നമ്മൾ വിഷ്വൽ അതിലൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പാടിയ പാട്ടുകളൊന്നും ചില ആൾക്കാർക്ക് ഞാൻ പാടിയതാണോ ഒന്നും അറിയില്ല. അങ്ങനെയുള്ള സമയത്ത് ആ സമയത്ത് ഇറങ്ങിയ പാട്ടാണ് എൻ്റെ അറിഞ്ഞിരുന്നില്ല ഞാൻ ഇങ്ങനെ ഒരു സ്നേഹം എന്നുള്ള ക്യാമ്പസിലൊക്കെ ഒരുപാട് വളരെ നല്ല ഹിറ്റായിട്ടുള്ളൊരു പാട്ടാണ്. പക്ഷെ ആ ഒരു പാട്ട് ഞാനാ പാടി എന്നുള്ളത് ആർക്കും അറിയില്ല. കാരണം ഞാനതിന് മീഡിയയിൽ വന്നിട്ടില്ല, ആൽബം ഇതിൽ വേറെ ആളാണ് വന്നിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് എന്നെ ഫസ്റ്റ് ഒരു ആൽബം വിഷ്വൽ മീഡിയയിലേക്ക് ഫസ്റ്റ് കൊണ്ടുവന്ന നമ്മുടെ പ്രിയ എൻ്റെ അനുജൻ്റെ സ്ഥാനത്താണ് ഞാൻ കാണുന്നത്. തൻസീറാണ്, തൻസീർ കൂത്തുപറമ്പ്. താൽ ബോയ്സിൻ്റെ അതിലാണ് ഫസ്റ്റ് കുഞ്ഞുപെങ്ങളുടെ കല്യാണം എന്ന് പറഞ്ഞ ആൽബത്തിൽ ഫസ്റ്റായിട്ട് വരുന്നത്. ആ ഒരു തുടക്കം എന്തായാലും നല്ലൊരു തുടക്കമാണ്. അതിനുശേഷം ഒരുപാട് പിന്നെ അങ്ങോട്ട് ആൽബം മേഖലയിലൊക്കെ ഒരു സാന്നിധ്യമാകാൻ പറ്റി. ഈ നമ്മുടെ താൽ ബോയ്സിന്റെ ഈ കുഞ്ഞുപെങ്ങൾ എടുത്തു പറയേണ്ട ഒരു സംഭവം അല്ലേ, അതിനെ കുറിച്ചൊന്ന്. കുഞ്ഞുപെങ്ങളെ കല്യാണത്തിൽ ഉള്ളത് ഞാനും, അതുപോലെ താജുക്ക, അതുപോലെ അത്തുക്ക, അതുപോലെ തൻസീർ, അങ്ങനെയുള്ളൊരു 4 ബ്രദർ അങ്ങനെയുള്ളൊരു ഇതാണ്. വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് പ്രണയഗാനങ്ങൾ ഇറങ്ങുന്ന സമയത്താണ് ഇങ്ങനത്തെ ഒരു ട്രെൻഡിലേക്ക് സാധനം വരുന്നത്. കുഞ്ഞുപെങ്ങളെ കല്യാണം ഒരു കുടുംബത്തിലുള്ള ഒരു സംഭവം, ഒരു പെങ്ങള്, അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനിലുള്ള ഒരു സാധനം വരുന്നത്. അതങ്ങോട്ട് എന്താ പറയുക, ഇറങ്ങിയ മുതൽ ആ തുടക്കം തന്നെ ഭയങ്കര ഹിറ്റായി. പിന്നെ അത് എല്ലാ വർഷവും ഇറങ്ങാൻ തുടങ്ങി. കുഞ്ഞുപെങ്ങളെ കല്യാണം, പിന്നെ 4 ബ്രദേഴ്സ്, പിന്നെ ഇക്കാക്കാന്റെ കല്യാണം, സ്നേഹ വീട്ടിലെ കല്യാണം, പിന്നെ ചെക്കനും പെണ്ണിനും കല്യാണം. പിന്നെ അതിലെനിക്കൊരു ഭാഗ്യം ലഭിച്ചത് സ്നേഹ വീട്ടിലെ കല്യാണം. അതിൽ നമ്മൾ